തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമലംഘനം നടന്നതായി സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തി. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേർന്നുണ്ട്. സുനിൽ, വിശദാംശങ്ങൾ. സൗമ്യ, ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിയമലംഘനം നടന്നു എന്നാണ് ഇപ്പോൾ ഉപസമിതിയുടെ ഒരു കണ്ടെത്തലായി വന്നിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റും അതോടൊപ്പം തന്നെ അവർ തന്നെ റിട്ടേൺ കംപ്ലയിന്റ് നൽകിയതും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഉപസമിതി അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അതായത് പ്രത്യേകിച്ച് ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് നിയമപരമായി പാലിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നും അവിടെ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഇതിനകത്ത് അവരുടെ ഉപസമിതിക്കകത്ത് ചർച്ചയ്ക്കകത്ത് വന്നത്. ഇന്ന് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപസമിതി യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, കോളേജിൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുട്ടികൾ പറഞ്ഞ ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്നുള്ള തരത്തിലും ഇപ്പോൾ ഉപസമിതിക്കകത്ത് ചർച്ച വന്നിരിക്കുകയാണ്. അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവലോകനം ചെയ്ത ശേഷം മാത്രമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ റിപ്പോർട്ടായിരിക്കും നാളെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് വെക്കുക. സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ട്രിവാൻഡ്രം ലോ അക്കാദമിയിൽ നിയമലംഘനം നടന്നതായി സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തി.